ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മട്ടൻ ലിവർ വേറൊരു രീതിയിലാണ് വെക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഇവിടെ ഇഷ്ടംപോലെ മട്ടൻ ഞാൻ കരുതിയെന്നല്ല. അന്ന് വെച്ചതിൻ്റെ പകുതി എടുത്ത് ഞാൻ വെച്ചിരുന്നു അന്ന് മട്ടൻ വാങ്ങിച്ചപ്പോൾ. എന്ന് വെച്ചാൽ വേറൊരു രീതിയിലും കൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. അതിന് വേണ്ടി മട്ടൻ നല്ലവണ്ണം വിനാഗിരി ഉപ്പ് ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം തോരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പ് പൊടി, ആവശ്യത്തിന് ഉപ്പ് പൊടി, കുരുമുളക് പൊടി, അല്പം മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം കൈകൊണ്ട് വിരവി ഒരു 10 മിനിറ്റ് ഇതിൽ അരപ്പ് പിടിക്കാൻ വേണ്ടി വെക്കണം. ആ നേരത്തിന് നമുക്ക് അല്പം കരിയേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് വിരവി റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. നമ്മൾ സവാളയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് വഴറ്റാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ വെള്ളം വറ്റുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ നല്ല ചൂടാകുമ്പോൾ നമ്മൾ ഉലുവ ഇട്ട് പൊട്ടിക്കണം. ഉലുവ പൊട്ടി വരുമ്പോൾ നമ്മൾ നൈസായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള, ഉലുവ പൊട്ടി. ഇതിൽ തക്കാളി ചേർക്കില്ല, ഞങ്ങൾ മട്ടനിലും തക്കാളി ചേർക്കില്ല. ഉപ്പിടണം. ഉപ്പിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കുന്നത് പേസ്റ്റും കൂടെ നമ്മൾ കുറച്ച് പേസ്റ്റ് ഇറച്ചിയിൽ കാരണം ലിവറിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണക്കാക്കി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇടണം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. ഈ ഒരു സാധനം നിങ്ങൾ എല്ലാവരും വാങ്ങിച്ച് വെക്കണം. ഗ്യാസിൽ നല്ല ഉപയോഗമാണ്. നമുക്ക് ചെറിയ പാത്രങ്ങൾ വയ്ക്കുമ്പോൾ എണ്ണയിലൊക്കെ തീ പിടിക്കാതിരിക്കാൻ ഈ ഒരു പാത്രം. ഇത് 125 രൂപയേ ഉള്ളൂ. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇടുന്നത് കാണിക്കാൻ പറ്റിയില്ല. നല്ല മഴ ഇടാം. പച്ചമുളക്, കറിവേപ്പില, സവാള ഇത്രയും വഴണ്ട് വരുമ്പോൾ നമ്മൾ മസാല ചേർത്ത് വെച്ചേക്കുന്ന ലിവർ അതിലോട്ടെടുത്തിടണം. നന്നായിട്ട് ഇളക്കി വെച്ച് മൂടി വെച്ച് വേവിക്കണം, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് മൂടി വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അടച്ച് വെച്ചില്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ, കുരുമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് മുളക് പൊടി 1 സ്പൂൺ. ഇനി നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ച്, മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചത്. ഇതൊന്ന് ഒന്ന് ഫ്രൈ ആയി വരുന്ന നേരത്തിന് നമുക്ക് ഇതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 സ്പൂൺ തേങ്ങ, പെരുംജീരകം പൊടി ഉള്ളതുകൊണ്ട് ഇതിലിടുന്നില്ല, ഇറക്കാൻ നേരത്തെ ഇടുള്ളൂ. അല്ലെങ്കിൽ 2 കുരുമുളക് കൂടെ ഇടണം. ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടിച്ച് വെച്ചേക്കുന്നതാണ് ഞാൻ ഇടുന്നത്. കറിവേപ്പിലയും കൂടെ ഇട്ട് തേങ്ങ, പെരുംജീരകം, കറിവേപ്പില, കുരുമുളകിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണം. ഇത്രയും കൂടെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ മഷി പോലെ അരച്ച് കൊണ്ടുവരണം.
അതിന് ശേഷം ലിവർ ഫ്രൈ ആയി വരുമ്പോൾ അത് ചേർക്കണം. അരപ്പ് ഇവിടെ റെഡി. അതായത് 2 സ്പൂൺ തേങ്ങ, പെരിഞ്ചീരകം, കറിവേപ്പില, കുരുമുളക് ഇത്രയും കൂടെ നന്നായിട്ട് വറുക്കണം. മൂത്ത് വരുമ്പോൾ അത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ട് വെള്ളം ഒഴിക്കണം. പൊടിക്കാതെ വെള്ളം ഒഴിക്കരുത്. അതിന് നന്നായിട്ട് ലിവർ റോസ്റ്റായി. ഇനി നമ്മൾ ഈ അരപ്പ് അതിലോട്ട് ഒഴിക്കുകയാണ്. അരപ്പ് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരട്ടെ. അതെന്ന വരെ നമുക്ക് ഇടാം. ഇറക്കാൻ നേരത്ത് നമ്മൾ മല്ലിയില ഇട്ട് പിന്നെ ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കണം. അതിന് ശേഷം തുറന്ന് നോക്കണം. അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം. വ്യത്യസ്തമായ രീതിയിൽ മട്ടൻ ലിവർ പുരട്ടാണ്. എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചപ്പാത്തിക്കും നല്ലതാണിത്.